നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശത്രുദോഷങ്ങളും കാലദോഷങ്ങളും എല്ലാം അകറ്റുന്നതിനുള്ള മന്ത്രമാണ് ഓം മഹാകാളിയേ നമഃ. കാളിദേവിയെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. മഹാകാളി അമ്മയെ പ്രാർത്ഥിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറുന്നതാണ്. മനസ്സറിഞ്ഞ് അമ്മയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി അമ്മയെ മനസ്സറിഞ്ഞ് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ശത്രുക്കൾ നമ്മുടെ നേർക്ക് പോലും നോക്കില്ല. വളരെ ശക്തിയായ മൂർത്തിയാണ് ഭദ്രകാളി അമ്മ. തിന്മയെ അതിൻ്റെ എല്ലാ രൂപത്തിലും നശിപ്പിക്കുന്ന ദേവിയാണ് കാളിയമ്മ. ദുഷ്ടപ്രവർത്തികളെ ചെയ്യുന്നവർക്ക് ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവിധ ശത്രുദോഷങ്ങളും മാറ്റാൻ കഴിവുള്ള ദേവിയാണ് കാളിയമ്മ. കാളിയമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നല്ല മനസ്സോടു കൂടിയിട്ട് ശുദ്ധമായ രീതിയിൽ വേണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമാണ് അമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാളിയമ്മയുടെ മന്ത്രങ്ങൾ ദിവസം ജപിച്ചാൽ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമാകും. കാളിയമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ശത്രുക്കൾ ഉണ്ടാവില്ല. വളരെ കേമമായിട്ടുള്ള മന്ത്രമാണ് ഭദ്രകാളി അമ്മയുടെ മന്ത്രം. ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആത്മീയ നമ്മുടെ മനസ്സിൽ ദൈവഭക്തി വളരെയധികം ഉയരുന്നതാണ്. നമ്മുടെ മനസ്സ് ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയും. വിശ്വാസം ഉണ്ടാവും. പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവും. കാളിയമ്മയുടെ മന്ത്രം ദിവസം ജപിച്ചാൽ നമുക്ക് ഐശ്വര്യം വളരെയധികം ഉണ്ടാവുന്നതാണ്. കാളിയമ്മയുടെ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് വെച്ചാൽ ഒരു ശത്രുക്കളും നമ്മളെ നേർക്ക് നോക്കുക പോലും ഇല്ല. ഉന്നതികൾ കീഴടക്കാൻ നമുക്ക് സാധിക്കും. വിദ്യ, ഐശ്വര്യം, ജോലി എല്ലാം നമുക്ക് വന്നു ചേരുമെന്നാണ് വിശ്വാസം. കാളിയമ്മയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കറുത്ത മുഖത്തോട് കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. കറുപ്പും നീലയും കലർന്ന ഒരു നിറമാണ് കാളിയമ്മയെ കാണുന്നത്. കാളിയമ്മയുടെ യഥാർത്ഥ രൂപം കറുപ്പും നീലയുമാണ്. ആ അമ്മയുടെ രൂപം മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക. നിത്യവും ആ മന്ത്രം ജപിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭയം, ആവശ്യമില്ലാത്ത ചിന്തകൾ അലട്ടുക, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ്. ഭദ്രകാളി ഗായത്രി ദിവസം ജപിക്കുക. വൈകിട്ട് സന്ധ്യ വിളക്ക് വെച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ്. ചുവന്ന തിരിയോ വെള്ളത്തിരിയോ ഇട്ടിട്ട് നമുക്ക് വിളക്ക് കത്തിക്കുക. ഗായത്രി 56 തവണ നമുക്ക് ചൊല്ലാം. ഭയം മാറ്റി ശാന്തി, സമാധാനവും ഉറക്കത്തിലുള്ള ദുസ്വപ്നങ്ങൾ കാണിലെല്ലാം മാറുന്നതാണ്. ഭദ്രകാളി ഗായത്രി ജപിക്കാം. ഭദ്രകാളി അമ്മയുടെ കീർത്തനങ്ങൾ ചൊല്ലാം. ഭദ്രകാളി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഏതമന്ത്രം ചൊല്ലാം. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ്. ശത്രുദോഷം മാറാന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് നമുക്ക് ടെൻഷനും എല്ലാം ആയിട്ട് തരുന്നതുമാണ്. കാളിയമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മ എന്താണെങ്കിലും അനുഗ്രഹം നമ്മുടെ നേർക്ക് തരാതിരിക്കില്ല. കാളിദേവി ഈ മന്ത്രം എങ്ങനെ ജപിക്കുക? രാത്രി ജപിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. അമ്മയ്ക്ക് ഇരുട്ടാണ് കൂടുതൽ. അമാവാസി സമയത്ത് കാളിമന്ത്രം ജപിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ്. ചുവപ്പ് നിറം അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. ചുവന്ന പട്ട് വിരിച്ചിട്ട് അതിലിരുന്ന് ചൊല്ലാം. അമ്മയുടെ ഗായത്രികൾ ജപിക്കാം. അതൊക്കെ വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലം ധർമ്മം ച മാം ച പാലയ പാലയ. ഓം രുദ്രസുതായേ വിദ്മഹേ ശൂലഹസ്തായേ ധീമഹി തന്നോ കാളി പ്രചോദയാത്. ഈ ഗായത്രി മന്ത്രവും നിത്യവും ചൊല്ലാൻ ശ്രമിക്കണം. അമ്മയുടെ അനുഗ്രഹം വേണ്ടോളം നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. അമ്മയെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച മന്ത്രങ്ങളെല്ലാം ചൊല്ലുക. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവരുടെ വീടുകളിലും ലഭിക്കട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.